വെൽക്കം ടു KNTILA ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വീഡിയോ 11 ആണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ 11ൽ വരുന്ന 26ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിവിടെ കണ്ടെത്തേണ്ടത് എന്താണ്? മോഡ് ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയൻ എന്ന് പറയുന്നത് 137 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ എന്ന് പറയുകയാണെങ്കിൽ അത് 137.05 ആണ് എന്നും തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മോഡിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ കണ്ടെത്താനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കറിയാവുന്ന നമ്മുടെ ഫോർമുല പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 3 മീഡിയൻ, അല്ലേ? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഇനി നമുക്കറിയാം കണ്ടീഷൻ പ്രകാരം 3 എഴുതുന്നു. മീഡിയൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 137 ആണ്. ദെൻ മൈനസ് 2 മീൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 137.05 ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ 3 × 137 എന്ന് പറയുമ്പോൾ അത് 411 ആണ്. മൈനസ് 2 × 137.05 എന്ന് പറയുമ്പോൾ അത് 274.10 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 136.90 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഹെൻസ് ദ വാല്യൂ ഓഫ് മോഡ് ഈസ് അപ്പോൾ എത്രയാണ്? 136.90 ആണ് എന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ വരുന്ന 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്: cumulative frequency distribution. അതാണ് 27 എന്നുള്ളതിൻ്റെ ആൻസർ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? തിയററ്റിക്കൽ വാല്യൂ തന്നെയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? n/2 എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കാം. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്യാം.